നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടുക്കുമോളെ, എടുക്ക്. തുറക്ക്. വിവേകം നോക്കണ. കാണ്. താന്നീരം പറ്റ തീരുമാനം ഇതാ. ഇനി സാറിനോട് ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞോ. പറ. സർ, ശമ്പളത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞ എന്നെക്കൊണ്ട് ഇതിൽ ഒപ്പിടിയിച്ചത്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. വിചിത്രമായ മാർഗമാണ് സ്വീകരിച്ചതെങ്കിലും എനിക്ക് വേണ്ട ആൻസർ നന്ദി തന്നു കഴിഞ്ഞു. സോ ഈ വിവാഹം നടത്താം. യെസ് സർ, കൃത്യമായ രേഖകൾ മുന്നിലെത്തിയിട്ടും അത് നിഷേധിച്ച സാർ ഈ വിവാഹം നടത്തുന്നത്. ഇതിനുത്തരം സാർ കോടതിയിൽ പറയേണ്ടി വരും. സാറ് മാത്രമല്ല, ദേ ഈ നിൽക്കുന്ന ഓരോരുത്തരും. ഓ മിസസ് പത്മ, ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടേ കാലങ്ങൾ കുറച്ചായി. ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു ഓഫീസാണ് രജിസ്ട്രാർ ഓഫീസ്. പല തവണ എനിക്കത് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. നിങ്ങളെക്കാൾ പവർഫുള്ളായ ആൾക്കാരെ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എൻ്റെ സർവീസ് ഹിസ്റ്ററിയിലുണ്ട്. സോ നിങ്ങൾ കോടതിയിൽ പോയാലും ഞാൻ അതിന് ഭയക്കില്ല. ഐ വിൽ ഫൈറ്റ്. ബിക്കോസ് ഞാൻ സത്യത്തിൻ്റെ ഭാഗത്താ. എന്താ നിങ്ങളുടെ ദൈവത്തിൻ്റെ പേര്? ഓ, താന്നിയൂരമ്മ അല്ലേ? കുറച്ചു നേരത്തിന് നിങ്ങൾ എന്നെയും അതിൽ ഉൾപ്പെടുത്തി കളഞ്ഞു. എനിവേ, വിവാഹം നടക്കട്ടെ. ഒപ്പിട്ടോളൂ. ചെല്ല. ആ ചെപ്പിങ് തന്നേക്ക്. അടുത്ത് നിങ്ങളുടെ ഒപ്പ്. സൂര്യ ഒപ്പിട്ടോളൂ. ഇനി സാക്ഷികൾ. വിവേകം ചെല്ല.
പൊളിച്ചു. കൺഗ്രാറ്റ്സ്. സർ, ഇനി മാലയിടാലോ? ഓ പ്ലീസ്. കൊടുക്ക്. ദാ. താങ്ക് യു നന്ദിനി. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൂര്യയുടെയും നന്ദിനിയുടെയും വിവാഹമോചനം നടത്താൻ തീരുമാനിച്ചിട്ട് ഒടുവിൽ അവരുടെ വിവാഹത്തിന് സാക്ഷിയായി മമ്മി ഇങ്ങ് തിരിച്ചു പോന്നു അല്ലേ? ഇനിയിപ്പോ എന്താ, നന്ദിനി ഈ കുടുംബത്തിലെ അംഗമായി. വെറുതെ അംഗമാവില്ലല്ലോ. ഇനിയിപ്പോ സൂര്യക്കുള്ള സകല അവകാശങ്ങളും അവൾക്കുണ്ട്. വേണമെങ്കിൽ ഇന്ദ്രജയെക്കാളും വേദയെക്കാളും മോളില്. വിജയ്, അല്ല, ഞാനൊരു സത്യം പറഞ്ഞെന്നേ ഉള്ളൂ. അളിയന്റെ തീരുമാനം എല്ലാവർക്കും അറിയാമല്ലോ. നാളെ മുതൽ ഇവിടെയുള്ളവർ അവളെ അനുസരിച്ച് ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അതും നമ്മൾ കേൾക്കേണ്ടി വരും. മമ്മി, ഇതിനേക്കാൾ നല്ലത് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകുന്നതാ. അവളെ ഇനി കൺമുന്നിൽ കാണണ്ടല്ലോ. ഞാനെന്തിനു പോണം? എന്റെ ഈ വീട്ടിൽ നിന്ന് ആ വേലക്കാരി പിടിച്ച് ഞാൻ പോവാനോ? അതിന് പത്മ മരിക്കണം. ഈ നിലയ്ക്കാണെങ്കിൽ അതും സംഭവിക്കും. വിജയ്, ഒരു മരുമകന്റെ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് നന്നായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. സോറി ആന്റി. അവൾക്ക് നേരെ ഒരു ബ്രഹ്മാസ്ത്രം എടുത്ത് ഉപയോഗിച്ചാൽ പോലും അവളുടെ ദേഹത്ത് അത് കൊള്ളില്ല. അതെങ്ങനെയാ? ഈ വീട്ടിനകത്തെ 2 ആണുങ്ങൾ അവളെ പൊതിഞ്ഞു സൂക്ഷിച്ചു വെച്ചേക്കല്ലേ. മമ്മിക്ക് പറ്റുമെങ്കിൽ ഡാഡി ഒന്ന് നിയന്ത്രിക്ക്. ഡാഡി കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത്. ശരി ആന്റി, ഒരു ബഹളം നടക്കുന്നിടത്ത് അങ്കിള് പ്രത്യേകിച്ചൊന്നും മിണ്ടില്ല. പക്ഷെ ഒരു കാര്യം നടക്കുന്നിടത്ത് അങ്കിൾ അതിന്റെ സൂത്രക്കാരനാകുകയും ചെയ്യും. അതെ, സൂര്യവും നന്ദിനിയും അല്ല നമ്മളെ കബളിപ്പിക്കുന്നത്, അങ്കിളാണ്. അത് വിജയ് പറഞ്ഞത് കാര്യ. ഡാഡിന്റെ പിൻബലം തന്നെയാ പ്രശ്നം.